പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ശിരസ്സ് നമിച്ച കൈകൾ കൂപ്പി ആദരവോടുകൂടി കർത്താവ് തിരുസന്നിധിയോടെ നിൽക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നവംബർ 19 ഇന്ന് ചൊവ്വാഴ്ച അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും തലപ്പെട്ട ക്യാപിറ്റൽ പ്രോമിസാണ്. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അത് വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കാൻ അവരോട് പറഞ്ഞൊന്ന് ലൂക്കാ 18:1 പറയണത്. എന്താ കാര്യം? നിരന്തരം പ്രാർത്ഥിക്കുന്നത് വചനവും വേറെവർ യു ഗോ, നീ എവിടെ പോയി ഞാൻ ഇവിടെ കൂടെ ഉണ്ടാകുമെന്ന സംഭവമുള്ളത് കൊണ്ട് നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അരൂപി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചൈതന്യ മക്കൾ ആവസിക്കണമേ. ഈശോ, നിന്റെ തിരുമുൻപാടുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. സദ്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ നിറയട്ടെ. ശരീരകോശങ്ങളിൽ കർത്താവിൻ്റെ നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ നിറയട്ടെ. കർത്താവെ, ഓരോരോ രോഗപീഠകൾ വിഷമിക്കുന്നവർ, സിസ്റ്റ് ശരീരത്തിലുള്ളവർ, മുഴയുള്ളവർ, ഓപ്പറേഷന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണം ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവർ, അതിന് റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം എൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ഈശോയെ. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ ആവതില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നങ്ങനെ പ്രാർത്ഥനയുടെ അരിവ് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിലെ അവശത വന്നു പോയ പ്രയർ വീക്കായിപ്പോയ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഇപ്പോൾ സമർപ്പിക്കുന്ന കർത്താവ്, നീ എല്ലാം പൊറുക്കുന്നവനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ മുൾക്കിരീടമായ മരക്കുരിശായി നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവ്. എല്ലാം മനസ്സിലാക്കുന്ന കർത്താവ് നിൻ്റെ ശക്തി. കർത്താവ്, ആധ്യാത്മിക ജീവിതം, ശൈത്യമായ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ, മരവിച്ചു പോയ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവ് പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാർ വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കൾ തന്നെ അവരുടെ തലയിൽ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും ഇപ്പോൾ പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി അങ്ങ് സ്പർശിക്കണേ കർത്താവേ. അവരുടെ പോരായ്മകൾ അങ്ങ് പരിഹരിക്കണേ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ. മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും. ആ മക്കൾ ആകസ്മികം കൊണ്ടോ അപകടം കൊണ്ടോ അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പോൾ ചേർത്ത് നിർത്തി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, വിവാഹ ജീവിതത്തിൽ അകന്ന് താമസിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് അകന്ന് താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇങ്ങനെ മക്കളുടെ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇത്രയും നാളെ കഷ്ടപ്പെട്ട് വെറുതെയാണെന്നും അന്ധമായ ബന്ധങ്ങളിൽ പോയി ചാരിട്ട് മക്കൾ മാതാപിതാക്കന്മാരോട് പൈശാചികമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കർത്താവ്, എല്ലാ സാഹചര്യങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത് ഒരു സാഹചര്യം പോലും കർത്താവേ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവെ എല്ലാം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും.